ഹായ് ഫ്രണ്ട്സ്, നമുക്ക് സുപരിചിതമായ മീനാണല്ലോ ഇത്. പല സ്ഥലങ്ങളിലും പല പേരാണ്. ഇവിടെയൊക്കെ നവര എന്ന് പറയും, കൊല്ലത്തൊക്കെ ചെമ്പല്ലിക്കോര അല്ലെങ്കിൽ ചെമ്പല്ലിക്കോര എന്നൊന്ന് പറയുന്നത്, കിളിമീൻ എന്ന് പറയും. അങ്ങനെ എനിക്ക് 3 പേരെ അറിയത്തുള്ളൂ കേട്ടോ ഇതിന്. കിളിമീൻ, ചെമ്പല്ലിക്കോര, പിന്നെ ചെങ്കലവ എന്നും പറയും. പിന്നെ ഇവിടെയൊക്കെ ഒരുപാടത്ത് നവരയെന്നും പറയും. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, പേരിലുള്ള കാര്യം. അപ്പം നമുക്ക് ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. നമുക്കത് വെട്ടി വൃത്തിയാക്കി ഇന്ന് നമുക്ക് കറി വെക്കുന്നില്ല, എന്നും കറി ആയതുകൊണ്ട് ഇന്ന് നമുക്കത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒത്തിരി എണ്ണയൊന്നും ഇടാതെ കുറച്ച് കറി വെക്കാൻ വെച്ചു. മീൻ കൊണ്ടുവന്നപ്പോഴേ നമ്മുടെ പൂച്ചക്കുട്ടി വന്നിട്ടുണ്ട്. അപ്പം മീനിൻ്റെ സ്മെല്ല് കിട്ടി. അപ്പം നമുക്ക് ഇതെല്ലാം നല്ല നീറ്റാക്കി കഴുകി വൃത്തിയാക്കി നമുക്ക് മസാലയൊക്കെ തേച്ച് വെക്കാം. ഓക്കെ, ഹായ് ഡിയേഴ്സ്. അപ്പം നമ്മുടെ നവര മീൻ നല്ല ഫ്രഷായി, നല്ല ക്ലീൻ ചെയ്ത് നല്ലതുപോലെ വരഞ്ഞ് ആഴത്തിൽ വരഞ്ഞെടുത്തത്, എന്നാലും ഉപ്പ് വരിയൊക്കെ പിടിക്കത്തുള്ളൂ. അപ്പം നല്ലതുപോലെ വരഞ്ഞ് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ മസാല എടുക്കണ്ടേ. അതിൻ്റെ മസാല ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് എന്തൊക്കെയാണെന്ന് പറയാം. വെളുത്തുള്ളി, കുരുമുളക്, പിന്നെ ഇഞ്ചി, കുറച്ച് നാരങ്ങ നീര്, ഉപ്പ്, ഇത്രയും കൂടെ ചേർത്ത് അരച്ചതാണ്, ചതച്ചതാണ് ഇത് കേട്ടോ. ഇത് അതിൻ്റെ കൂട്ടത്തിൽ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി, അതാണ്. ഉപ്പിന് കുറച്ച് വെളിച്ചെണ്ണയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നല്ല, ഇത്ര വെളിച്ചെണ്ണ. ഇത്രയാണ് ഇതിൻ്റെ മസാല. ഇത് നല്ലതുപോലെ നമുക്കൊന്ന് എന്താ ചെയ്യാം, നല്ലതുപോലെ നമുക്കൊന്ന് കൂട്ടി യോജിപ്പിക്കാം. ഇതാണ് അതിൻ്റെ മസാല. നമ്മുടെ ആ നാരങ്ങ നീരും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുമ്പോൾ തന്നെ നല്ലതുപോലെ ഈ മസാല ഇതിനകത്ത് അങ്ങ് പിടിക്കും കേട്ടോ. പിടിക്കുമ്പോൾ നമുക്ക് നല്ലോണം പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് വറുത്തെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതാണ് നമ്മുടെ മസാല. അപ്പം നമുക്ക് ഓരോന്നെടുത്ത് ഒരു മസാലയൊക്കെ ഇങ്ങോട്ട് തേച്ച് പിടിപ്പിക്കും. ഇത് ഈ നമ്മുടെ നവരമീൻ ഉണ്ടല്ലോ, ഈ കറി പച്ചക്കറി വെക്കാൻ നല്ലത്, തേങ്ങ അരച്ച്. പക്ഷേ ഒരു കാര്യമുള്ളൂ, ഇച്ചിരി മുള്ള് പ്രശ്നമാണ് അത്. പക്ഷെ അതുകൊണ്ട് അങ്ങ് വറക്കാതെ തന്നെ തീരുമാനിച്ചു. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നവരുണ്ട്, കുറച്ച് ചെറിയ രീതിയിൽ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം അങ്ങനെ ആക്കി നമ്മുടെ എല്ലാം ഇങ്ങനെ ചെയ്തുകൊണ്ട് വരാം. ഓക്കെ, ഹൈ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ മസാലയെല്ലാം നല്ലതുപോലെ തേച്ച് സൂപ്പറായിട്ട് മീൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. ഇത് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ വെക്കാം, അല്ലാതെ വെക്കാം. ഒരു കാര്യം കൊണ്ട്, നാരങ്ങ നീര് വെച്ചിട്ട് ഒത്തിരി നേരം പരട്ടിയിട്ട് ഒത്തിരി നേരം വെക്കരുത്, കഴിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരി യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പം ഞാനൊരു അരമണിക്കൂർ വയ്ക്കാമേ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മുടെ പാൻ അടുപ്പയിൽ വെച്ചു. ചെറിയ പാനാണ് എടുത്തത്. ഞാൻ ഒരു പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് കുറേശ്ശെ വറുത്തെടുക്കാം. സൂപ്പർ, 2 വെച്ച് വറുത്തെടുക്കാം. അപ്പം നമ്മുടെ മീനൊന്ന് തിരിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് നല്ലതുപോലെ മൂക്കുന്നതാണോ ഇഷ്ടമെങ്കിൽ അതുപോലെ മൂപ്പിക്കണം. ഇവിടെ ഒരു പകുതി രീതിയിലാണ് ഇഷ്ടം. ഓക്കെ, ഹൈ ഡിയേഴ്സ്. അപ്പം നമ്മുടെ നവര ഫ്രൈ ചെയ്തത് വന്നു കഴിഞ്ഞു. അതിൻ്റെ മസാലയൊക്കെ കണ്ടോ, എന്ത് രസമായിട്ട് പിടിച്ച് ഇരിക്കുന്നതുണ്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ടേസ്റ്റ് ഭയങ്കരമായിട്ട്. അതുപോലെ പ്രത്യേകിച്ച് പെപ്പർ. അപ്പം കണ്ടോ, നല്ല അടിപൊളിയായിട്ട് മസാലയൊക്കെ പിടിച്ച് നല്ല പൊടിഞ്ഞൊന്നും പോകാതെ, കാണാൻ പറ്റുന്നു, പൊടിഞ്ഞൊന്നും പോകാതെ നമ്മൾ മൂപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് സവാളയും കൂടെ അരിഞ്ഞിട്ടുണ്ട്. ഈ സവാളയും കൂടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് നാരങ്ങ നീര് ഉപ്പുപൊടിനകത്ത് വിതറിയിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. ഇതേ മസാല ഇട്ടൊന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അത് നല്ലതുപോലെ ഇച്ചിരി മുള്ള് ശ്രദ്ധിച്ച് വേണം കഴിക്കാൻ. മുള്ള് ഇച്ചിരി ഹാർഡാണ്. അതുകൊണ്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ സൂക്ഷിച്ച് കഴിക്കുകയാണെങ്കിൽ ഇത് മതി, കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ ഇത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു ആൾ.